നമസ്കാരം സുഹൃത്തുക്കളെ, സാധനാപദത്തിൽ ഇന്ന് നമ്മൾ പുതിയ വീഡിയോയുമായി എത്തിയിരിക്കുന്നു. സൂക്ഷ്മ വ്യായാമങ്ങൾ. സൂക്ഷ്മ വ്യായാമങ്ങൾ നമ്മൾ യോഗാസനകൾ ചെയ്യുന്നതിന് മുമ്പ് സ്ട്രെച്ചിങ് എക്സസൈസായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. ശരീരത്തിലെ ഓരോ ജോയിൻസിന് വേണ്ടിയിട്ടും നമ്മൾ സൂക്ഷ്മ വ്യായാമങ്ങൾ ചെയ്യുന്നുണ്ട്. സമസ്ഥിതിയിൽ നിന്നും സാവധാനം കൈകൾ രണ്ടും ഹിപ്പിന് മുകളിൽ വയ്ക്കുക. കാലുകളിൽ നിന്ന് തുടങ്ങുന്നു. കാലിൻ്റെ വിരലുകൾ ചുരുക്കി നിവർത്തുക. വലത് കാലിൻ്റെ വിരലുകൾ ചുരുക്കി 5 തവണ ചുരുക്കി നിവർത്തുക. ശേഷം സാവധാനം ആ കാല് നിലത്ത് വയ്ക്കുക. വീണ്ടും ആ കാല് തന്നെ വീണ്ടും ഉയർത്തി നമ്മൾ ആംഗിൾ സ്ട്രെച്ച് ചെയ്യുന്നു. അപ്പ് ആൻഡ് ഡൗൺ 5 തവണ ഈ അപ്പ് ആൻഡ് ഡൗൺ പ്രോസസ്സ് ചെയ്യാവുന്നതാണ്. 5 തവണ ആംഗിൾ സ്ട്രെച്ച് ചെയ്തതിന് ശേഷം താഴ്ത്ത് വയ്ക്കുക. ശേഷം വീണ്ടും ആ കാൽ തന്നെ ഉയർത്തി നമ്മുടെ ആങ്കിളിൻ്റെ റൊട്ടേഷൻ ചെയ്യുന്നു. ആദ്യമേ ക്ലോക്ക് വൈസ് റൊട്ടേഷൻ. 5 തവണ ക്ലോക്ക് വൈസ് റൊട്ടേഷന് ശേഷം സാവധാനം നമ്മൾ ആ കാൽ തിരിച്ച് റൊട്ടേറ്റ് ചെയ്യുന്നു. ആദ്യമേ താഴ്ത്ത് വെച്ചതിന് ശേഷം കാൽ ഉയർത്തി വീണ്ടും ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ 5 തവണ ആവർത്തിക്കുക. 5 തവണ ചെയ്തതിന് ശേഷം കാൽ നിലത്ത് വയ്ക്കുക. ഇടത് കാൽ ഉയർത്തുക. ഇടത് കാൽ ഉയർത്തി ഇടത് കാലിൻ്റെ വിരലുകൾ ചുരുക്കി നിവർത്തുക 5 തവണ. 5 തവണ വിരലുകൾ ചുരുക്കി നിവർത്തിയതിന് ശേഷം സാവധാനം ആ കാൽ താഴ്ത്ത് വയ്ക്കുക. വീണ്ടും ആ കാൽ ഉയർത്തുക. ആംഗിൾ സ്ട്രെച്ച് ചെയ്യുന്നു. അപ്പ് ആൻഡ് ഡൗൺ. അപ്പ് ആൻഡ് ഡൗൺ 5 തവണ ചെയ്തതിന് ശേഷം ആ കാൽ താഴത്ത് വയ്ക്കുക. വീണ്ടും ഉയർത്തുക. സാവധാനം നമ്മൾ ആംഗിൾ റൊട്ടേറ്റ് ചെയ്യുന്നു 5 തവണ. ക്ലോക്ക് വൈസ് റൊട്ടേഷൻ. ക്ലോക്ക് വൈസ് റൊട്ടേഷന് ശേഷം സാവധാനം ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേഷനാണ്. അതിനായി സാവധാനം താഴത്ത് വെച്ചതിന് ശേഷം വീണ്ടും ചെയ്യാവുന്നതാണ്. ശേഷം സാവധാനം നമ്മൾ കാൽമുട്ടിലേക്ക് കിടക്കുന്നു. നീസ് ഔട്ട്വേർഡ് ഡയറക്ഷനിൽ സർക്കിളിങ് ചെയ്യുക 5 തവണ. ദെൻ ഇൻവേർഡ് ഡയറക്ഷനിൽ സർക്കിളിങ് ചെയ്യുക 5 തവണ. ശേഷം നീസ് ഒരുമിച്ച് സർക്കിളിങ് വീണ്ടും റൊട്ടേഷൻ ചെയ്യുന്നു. ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് 5 തവണ വീതം. ആദ്യമേ ക്ലോക്ക് വൈസ് ചെയ്യുക. ശേഷം സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം ആൻറ്റി ക്ലോക്ക് വൈസ്. കറക്റ്റ്. അഞ്ച് തവണ ആൻറ്റി ക്ലോക്ക് വൈസ് ചെയ്തതിന് ശേഷം കൈകൾ മുട്ടിന് മുകളിൽ നിന്ന് റിലീസ് ചെയ്ത് സാവധാനം ഹിപ്പിന് മുകളിൽ തന്നെ കൊണ്ടുവരിക. സാവധാനം ഇനി നമ്മൾ അടുത്ത സ്ട്രെച്ചിലേക്ക് കിടക്കുകയാണ്. സാവധാനം കാല് മടക്കി നിവർത്തുകയാണ്. ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും കാലുകൾ മടക്കി നിവർത്താവുന്നതാണ്. 5 തവണ ചെയ്യുക. ആദ്യമേ വലത് കാല്, ശേഷം ഇടത് കാല്. അഞ്ച് തവണ മടക്കി നിവർത്തിയതിന് ശേഷം സൈഡ് വൈസ് ലെഗ് സ്ട്രെച്ചിലേക്ക് നമ്മൾ കിടക്കുന്നു. ആദ്യമേ വലത് കാൽ ഉയർത്തുക. വലത് കാൽ മാക്സിമം സ്ട്രെച്ചിൽ മുകളിലേക്ക് 5 തവണ ഉയർത്തി താഴ്ത്തുക. വലത് കാൽ ചെയ്തതിന് ശേഷം ഇടത് കാൽ ഉയർത്തി താഴ്ത്തുക. നല്ല സ്ട്രെച്ചോടുകൂടി മാക്സിമം മുകളിലേക്ക് ഉയർത്തുക, താഴ്ത്തുക. അഞ്ച് തവണ ഇടതുവശവും ചെയ്തതിന് ശേഷം സാവധാനം നമ്മൾ വലത് കാല് വലത് സൈഡിലേക്ക് ഷോൾഡർ ഡിസ്റ്റൻസിലേക്ക് മാറ്റി വയ്ക്കുന്നു. സാവധാനം ഹിപ്പ് സ്ട്രെച്ച് ചെയ്യുകയാണ്. ആദ്യം വലതുവശം, ദെൻ ഇടതുവശം. ഈ 2 സൈഡിലേക്കുമുള്ള സ്ട്രെച്ചിങ് 5 തവണ ചെയ്യുക.
5 തവണ 2 സൈഡിലേക്കും സ്ട്രെച്ച് ചെയ്തതിന് ശേഷം ഫ്രണ്ടിലേക്കും ബാക്കിലേക്കുമാണ് നമ്മൾ അടുത്ത സ്ട്രെച്ച് ചെയ്യുന്നത്. അതിനായി ആദ്യമേ ബാക്കിലേക്കും ഫ്രണ്ടിലേക്കും നല്ല സ്ട്രെച്ച് ചെയ്യുക. അഞ്ച് തവണ ഇതുപോലെ സ്ട്രെച്ച് ചെയ്യാവുന്നതാണ്. കൈകൾ 2 ഹിപ്പിൻ്റെ സൈഡിലാണ്. ചെയ്തതിന് ശേഷം സാവധാനം ബോഡി ഇനി നമ്മൾ റൊട്ടേറ്റ് ചെയ്യുകയാണ്. ആദ്യമേ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേഷൻ ചെയ്യുന്നു. ഹിപ്പ് റൊട്ടേഷനാണിത്. ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ചെയ്യുന്നത്. 5 തവണ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ചെയ്തതിന് ശേഷം നമ്മൾ തിരിച്ച് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ 5 തവണ ചെയ്യുന്നു. നന്നായിട്ട് നല്ല സ്ട്രെച്ചോട് കൂടിയിട്ട് റൊട്ടേറ്റ് ചെയ്യുക. പിന്നെ ഫുൾ സ്ട്രെച്ച് അനുഭവപ്പെടണം. 5 തവണ ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ചെയ്തതിന് ശേഷം സാവധാനം ബോഡി ട്വിസ്റ്റിംഗ് ആണ് ചെയ്യുന്നത്. കൈകൾ ഷോൾഡർ ലെവൽ ഉയർത്തിയതിന് ശേഷം സാവധാനം 2 സൈഡിലേക്കും ട്വിസ്റ്റ് ചെയ്യുക ബോഡി. കാലുകൾ ആ വിൽക്കുന്ന പൊസിഷനിൽ നിന്നും അനങ്ങി മാറുന്നില്ല, അവിടെ തന്നെയാണ് ഇരിക്കുന്നത്. 5 തവണ 2 സൈഡിലേക്കും സ്ട്രെച്ച് ചെയ്യുക. 2 സൈഡിലേക്കും നല്ല സ്ട്രെച്ച് ചെയ്തതിന് ശേഷം സാവധാനം കൈകൾ 2 ഹിപ്പിന് മുകളിൽ തന്നെ വയ്ക്കുക. ദെൻ സാവധാനം കാലുകൾ അടുപ്പിക്കുക. കാലുകൾ അടുപ്പിച്ചതിന് ശേഷം കൈകൾ റിലീസ് ചെയ്യുക. ഇനി ലാറ്ററൽ ബോഡി സ്ട്രെച്ച്, സൈഡ് സ്ട്രെച്ചാണ്. ഇടത് കൈ ഉയർത്തി വലത് സൈഡിലേക്ക് സ്ട്രെച്ച് ചെയ്യുന്നു, വലത് കൈ ഉയർത്തി ഇടത് സൈഡിലേക്ക് സ്ട്രെച്ച് ചെയ്യുന്നു. ഇത് 2 സ്ട്രെച്ചിങ്ങും 5 തവണ റിപ്പീറ്റ് ചെയ്യുക. അഞ്ച് തവണ സ്ട്രെച്ചിങ് 2 വശത്തേക്കും ചെയ്തതിന് ശേഷം സാവധാനം കൈ റിലീസ് ചെയ്ത് ബോഡിയോട് തന്നെ ചേർക്കുക. ശേഷം കൈകൾ 2ഉം ചെസ്റ്റിന് ഫ്രണ്ട് വശത്തായിട്ട് കൊണ്ടുവന്ന് എൽബോസ് ജോയിൻ ചെയ്യുക. ശേഷം ഇൻഹെയിൽ ചെയ്തുകൊണ്ട് നന്നായിട്ട് പുറകോട്ട് സ്ട്രെച്ച് ചെയ്യുക. എക്സെയിൽ ചെയ്തുകൊണ്ട് കൈകൾ ചുരുക്കുക. ഈ ഒരു സ്ട്രെച്ചിങ് 5 തവണ ആവർത്തിക്കുക. ജസ്റ്റ് ഒബ്സർവ് ചെയ്യുക. സ്ട്രെച്ചിങ് നന്നായി എൻജോയ് ചെയ്യുക. ചെസ്റ്റിൻ്റെയൊക്കെ നല്ലൊരു സ്ട്രെച്ചിങ് ഈ സമയം നടക്കുന്നു. ഷോൾഡർ ബ്ലേഡ്സ്, ഷോൾഡറിനൊക്കെ. ശേഷം സാവധാനം കൈകൾ 2ഉം ഷോൾഡർ ടിപ്പിൽ വെച്ചതിന് ശേഷം ഷോൾഡർ റൊട്ടേഷൻ നമ്മൾ ചെയ്യുന്നു. കൈകൾ 2ഉം റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, നമ്മുടെ എൽബോസ് തമ്മിൽ ടച്ച് ആവുന്നുണ്ട്. 5 തവണ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുന്നു. ശേഷം തിരിച്ച് 5 തവണ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുന്നു. അഞ്ച് തവണ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും റൊട്ടേഷൻ കഴിഞ്ഞതിന് ശേഷം സാവധാനം വീണ്ടും കൈകൾ 2ഉം ഷോൾഡർ ടിപ്പിന് മുകളിൽ വെച്ചുകൊണ്ട് എൽബോ സ്ട്രെച്ച് ചെയ്യുന്നു. ഇൻഹെയിൽ ചെയ്തുകൊണ്ട് കൈകൾ 2ഉം മുമ്പിലേക്ക് കൊണ്ടുവരുന്നു. എക്സെയിൽ ചെയ്തുകൊണ്ട് ചുരുക്കുന്നു. എൽബോ സ്ട്രെച്ചിന് ശേഷം സാവധാനം നമ്മൾ റിസ്റ്റിൻ്റെ ഏരിയയാണ്. മുകളിലേക്കും താഴത്തും കൈവിരലുകൾ സ്ട്രെച്ച് ചെയ്യുക മറ്റൊരു കൈയുടെ സഹായത്തോടു കൂടിയിട്ട്. ആദ്യമേ വലത് കൈ ചെയ്യാം, സ്ട്രെച്ചിങ്. ശേഷം ഇടത് കൈ ചെയ്യാം. 2ഉം 5 തവണ വീതം സ്ട്രെച്ച് ചെയ്യാവുന്നതാണ്. ദെൻ 5 തവണ ഇടത് കൈ വലത് കൈക്ക് ശേഷം ഇടത് കൈ ചെയ്യും. അടുത്തതായി നമ്മൾ റിസ്റ്റിൻ്റെ റൊട്ടേഷനാണ് ചെയ്യുന്നത്. കൈകൾ 2ഉം ഷോൾഡർ ലെവലിൽ വെച്ചുകൊണ്ട് കൈകൾ ചുരുക്കിക്കൊണ്ട് 2 ഡയറക്ഷനിൽ, ആദ്യമേ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, ദെൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും റൊട്ടേറ്റ് ചെയ്യുന്നു റിസ്റ്റുകൾ. 2ഉം ഒരേ ഡയറക്ഷൻ, 2 കൈകളും ഒരേ ഡയറക്ഷനിൽ ചെയ്യുവാണെങ്കിൽ വളരെ നല്ലത്.
റിസ്റ്റിൻ്റെ റൊട്ടേഷന് ശേഷം സാവധാനം കൈകൾ റിലീസ് ചെയ്യുക. ദെൻ കൈവിരലുകൾ തമ്മിൽ യോജിപ്പിച്ചുകൊണ്ട് കൈവിരലുകളുടെ നല്ല ഒരു സ്ട്രെച്ചിങ് കൊടുക്കുക. നന്നായി പ്രസ് ചെയ്യുക. വിരലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് പ്രസ് ചെയ്യുക. 5 തവണ പ്രസ് ചെയ്തതിന് ശേഷം സാവധാനം കൈകൾ രണ്ടും ഹിപ്പിന് മുകളിലേക്ക് തന്നെ വയ്ക്കുക. നമ്മൾ നെക്ക് സൈഡ് സ്ട്രെച്ചിങ് ചെയ്യുകയാണ്. ആദ്യമേ നമ്മൾ വലത് സൈഡിലേക്ക് സ്ട്രെച്ച് ചെയ്യുന്നു, ശേഷം ഇടത് സൈഡിലേക്ക്. ഈ സൈഡ് വേ സ്ട്രെച്ചിങ് 5 തവണ റിപ്പീറ്റ് ചെയ്യുക. വലതുവശവും ഇടതുവശവും ഇങ്ങനെ 5 വശവും 5 തവണ ഈ രണ്ട് വശത്തേക്കുള്ള സ്ട്രെച്ചിങ് ചെയ്തതിന് ശേഷം സാവധാനം തല നേരെ കൊണ്ടുവരിക. ദെൻ അപ്പ് ആൻഡ് ഡൗൺ സ്ട്രെച്ചിലേക്ക് കിടക്കുക. അപ്പ് ആൻഡ് ഡൗൺ സ്ട്രെച്ചിങ് 5 തവണ ചെയ്യാവുന്നതാണ്. 5 തവണ ഈ ഒരു സ്ട്രെച്ചിങ് ചെയ്തതിന് ശേഷം സാവധാനം തല നേരെ കൊണ്ടുവരിക. നമ്മൾ തലയുടെ ട്വിസ്റ്റിങ് ചെയ്യുകയാണ്. ആദ്യമേ റൈറ്റ് സൈഡ്, ദെൻ ലെഫ്റ്റ് സൈഡ്. 2 വശത്തേക്കും കഴുത്ത് ട്വിസ്റ്റ് ചെയ്യുക. ഇത് 5 തവണ റിപ്പീറ്റ് ചെയ്യാം. 5 തവണ ട്വിസ്റ്റിങ് ചെയ്തതിന് ശേഷം സാവധാനം കഴുത്ത് നേരെ കൊണ്ടുവരുന്നു. ശേഷം ചിഹ്ന കൊണ്ടുവന്ന് ചെസ്റ്റിലേക്ക് മുട്ടിച്ചുകൊണ്ട് സാവധാനം റൊട്ടേറ്റ് ചെയ്യുന്നു. ക്ലോക്ക് വൈസ് റൊട്ടേഷൻ 5 ടൈംസ്. 5 ടൈംസ് ക്ലോക്ക് വൈസ് റൊട്ടേഷന് ശേഷം 5 ടൈംസ് ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ. റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് സാവധാനം കണ്ണുകൾ അടയ്ക്കുമെങ്കിൽ വളരെ ഉത്തമമാണ്. നമുക്ക് ആ ഒരു സെൻസ് ഓഫ് ബാലൻസിങ് ഒക്കെ ഫീൽ ചെയ്യാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ കുറച്ച് ടഫാണ് നമ്മൾ കണ്ണടച്ചുകൊണ്ട് ചെറുതായിട്ട് ചെയ്യുന്നത്. നമുക്ക് പൂർണ്ണമായിട്ടുള്ളൊരു ശ്രദ്ധ കൂടിയിട്ട് നമ്മൾ ഈ കണ്ണുകൾ അടച്ചുകൊണ്ട് ചെയ്യുന്ന സമയത്തും വരും. 5 തവണ ക്ലോക്ക് വൈസ് ചെയ്തു, ദെൻ ആൻറ്റി ക്ലോക്ക് വൈസ് ചെയ്യുന്നു. 5 തവണ ആൻറ്റി ക്ലോക്ക് വൈസ് ചെയ്തതിന് ശേഷം സാവധാനം കണ്ണുകൾ തുറന്നുകൊണ്ട് സാവധാനം കഴുത്ത് നേരെ കൊണ്ടുവരാവുന്നതാണ്. 5 തവണ ചെയ്യുന്നു. ശേഷം നമ്മൾ കണ്ണുകളുടെ വ്യായാമക്രമത്തിലേക്ക് പോകുന്നു. ആദ്യമേ വലത് സൈഡിലേക്ക് നോക്കുന്നു, ദെൻ ഇടത് സൈഡ്. കഴുത്തിന് അല്ലെങ്കിൽ തലയ്ക്ക് മൂവ്മെൻ്റ് ഇല്ല. നമ്മൾ 2 വശത്തേക്കും കണ്ണുകൾ മാത്രം സ്ട്രെച്ച് ചെയ്യുകയാണ്. 5 തവണ ഇത് റിപ്പീറ്റ് ചെയ്യുക. ദെൻ അപ്പ് ആൻഡ് ഡൗൺ, മുകളിലേക്കും താഴത്തേക്കും. കണ്ണുകൾ മാത്രമാണ് മൂവ് ചെയ്യുന്നത്. ബോഡിയോ കഴുത്തോ തലയൊന്നും മൂവ് ചെയ്യുന്നില്ല. 5 തവണ ചെയ്തതിന് ശേഷം സാവധാനം നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം. കണ്ണുകൾ റൊട്ടേറ്റ് ചെയ്യുകയാണ്. ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുന്നു. 5 തവണ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്തതിന് ശേഷം സാവധാനം ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുന്നു. കണ്ണുകൾ മാത്രം മൂവ് ചെയ്യുക. ഫീൽ ദ മൂവ്മെൻറ്റ്. നമ്മുടെ ശ്രദ്ധ അതിൽ തന്നെ കേന്ദ്രീകരിക്കുക. 5 തവണ ആൻറ്റി ക്ലോക്ക് വൈസ് ചെയ്തതിന് ശേഷം സാവധാനം നമ്മൾ കണ്ണുകൾ ഇറുക്കി അടയ്ക്കുകയാണ്. നല്ലൊരു ഫോഴ്സോട് കൂടിയിട്ട് കണ്ണുകൾ ഇറുക്കി അടയ്ക്കുക. ദെൻ സാവധാനം കണ്ണുകൾ തുറക്കുക. കൈകൾ റിലീസ് ചെയ്യുക. കാലുകളകത്തി ശിഥില താടാസനയിൽ കണ്ണുകൾ അടച്ചുകൊണ്ടൊന്ന് വിശ്രമിക്കുക.